കർത്താവിന്റെ മുന്നനാമം ഈ രാത്രികാലം വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. ഈ രാത്രികാലം ദൈവദിന ചിന്തയ്ക്കായി വായിച്ചത് 6-ാം സങ്കീർത്തനം 2-ാം വാക്യമാണ് വായിച്ചത്. ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ് 6-ാം സങ്കീർത്തനം. തന്ത്രിനാദത്തോടുകൂടെ താന് പാടിയ ഒരു സങ്കീർത്തനമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കാണുവാൻ കഴിയുന്നുണ്ട്. 2-ാം വാക്യം വായിച്ചത് ഇങ്ങനെയാണ്: യഹോവേ, ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണയുണ്ടാകണമേ. സ്തോത്രം. ഹല്ലേലൂയ. തന്റെ ഒരു പ്രാർത്ഥനയാണ്. സ്തോത്രം. തന്റെ ജീവിതത്തിൽ താൻ തളരുവാൻ തക്കവണ്ണം ഇടയായി തീർന്ന ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. താൻ തളർന്നപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, ദൈവപാദപീഠത്തിലേക്ക് ചെന്ന് ദൈവത്തോട് പറയുകയാണ്: യഹോവേ, ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണയുണ്ടാകണം. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അത് ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ കൂടി വന്നിരിക്കുന്ന ദൈവമക്കളെ, പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ശാരീരികമായ തളർച്ചയുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്ത് സ്തോത്രം ട്രിപ്പിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനങ്ങൾ ഒരുക്കി ശാരീരികമായി ബലപ്പെടുവാൻ കഴിയും. എന്നാൽ അതിനേക്കാൾ ഉപരിയായി നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. സ്തോത്രം. നമ്മുടെ അകത്തെ മനുഷ്യൻ തളർന്നാൽ, ഹല്ലേലൂയ, സ്തോത്രം, അതിന്റെ എഫക്റ്റ് എല്ലാ തലങ്ങളിലും വ്യാപരിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. സ്തോത്രം. ഒരിക്കൽ തളർന്ന ഏലിയാവ്, സ്തോത്രം, ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്നു കൊണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തോടെ, യഹോവയാകുന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചു: മതി യഹോവേ, മതി, നീ ഇപ്പോൾ എന്റെ ജീവനെ എടുക്കണം. സ്തോത്രം. ഹല്ലേലൂയ. എന്താ ഏലിയാവേ അങ്ങനെ പ്രാർത്ഥിക്കാൻ കാര്യം? സ്തോത്രം. ഏലിയാവ് പറയും: ഞാൻ യഹോവയ്ക്ക് വേണ്ടി വളരെ ശുഷ്കാന്തിയോടെ പ്രവർത്തിച്ചു, ശുഷ്കാന്തിയോടെ ഓടി, വളരെ കാര്യങ്ങൾ യഹോവയ്ക്ക് വേണ്ടി ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇപ്പോൾ ഇസ്രായേലിന്റെ വാക്കിന് മുമ്പാകെ ഭയപ്പെട്ട് വിറച്ചുകൊണ്ട് ബേർശേബ മരുഭൂമിയിൽ ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്നു കൊണ്ട് മതി, മതി യഹോവേ എന്ന് പറഞ്ഞുകൊണ്ട്, അതൊരു ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും നല്ലവനല്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ഞരങ്ങുന്ന ഒരു ഏലിയാവിനെ നമുക്ക് അവിടെ കാണാൻ കഴിയും. എന്താ ഏലിയാവ് അവിടെ കരയുവാൻ കാര്യം? എങ്ങനെ? എന്തുകൊണ്ട് ഏലിയാവോട് ഭാരപ്പെടുവാൻ കാര്യം? തന്റെ അകത്തെ മനുഷ്യൻ ബലഹീനനായി തീർന്നു, തളരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു, താൻ ഭയപ്പെട്ടു. ഇന്ന് രാത്രി ദൈവസ്ഥലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പിശാച് പലതും കാണിച്ച് ഭയപ്പെടുത്തും. ഭാവിയോടുള്ള ബന്ധത്തില്, മറ്റു പല വിഷയങ്ങളോടുള്ള ബന്ധത്തില് പിശാച് ഭയപ്പെടുത്തും. മറ്റുള്ളവരുടെ വാക്കുകൾ, ഹല്ലേലൂയ, സ്തോത്രം, കേട്ട് ഭയപ്പെടുന്ന ഒരു അനുഭവമല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഇന്ന് രാത്രികാല ദൈവശബ്ദം കേട്ട് ബലപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരണം. ഹല്ലേലൂയ. ദൈവകൃപ ഈ രാത്രിയില് വീണ്ടും ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ തക്കവണ്ണം കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുവാനാകട്ടെ. ഇവിടെ ദാവീദ് പറയുകയാണ്: യഹോവേ, ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണയുണ്ടാകണം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഇവിടെ കൂടി വന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോട് വ്യക്തിപരമായി ചോദിച്ചാൽ അവരൊക്കെ ഒരുപക്ഷെ പറയും: ഹല്ലേലൂയ, തളർന്നിരിക്കുന്ന, അല്ലെ തളർന്നു പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ തളർച്ചയായിരുന്നു. ഹല്ലേലൂയ. ശാരീരിക തളർച്ചയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഞാൻ അതിന് പറഞ്ഞു കഴിഞ്ഞു. അതിന് പല പോംവഴികളുണ്ട്. അത് ചെയ്താൽ ശാരീരിക തളർച്ച മാറും. എന്നാൽ ഹല്ലേലൂയ, ആത്മീക തളർച്ച സംഭവിച്ചു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, നമ്മുടെ സ്ഥിരകളെ, ഹല്ലേലൂയ, ചലിപ്പിക്കുവാൻ കഴിയാത്ത വിധത്തിൽ, നമ്മുടെ ശരീരത്തെ പോലും തളർത്തുന്ന വിധത്തിൽ, നമുക്ക് എഴുന്നേൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ, നമുക്ക് പാടാൻ കഴിയാത്ത വിധത്തിൽ, ആരാധിക്കാൻ കഴിയാത്ത വിധത്തിൽ, പ്രാർത്ഥിക്കാൻ കഴിയാത്ത വിധത്തിൽ ശത്രു നമ്മെ അതുപോലെ തളർത്താൻ സാധ്യതയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മുടെ അകത്തെ മനുഷ്യൻ ഒന്നുകൂടെ ബലപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരണം. പൗലോസ് പറയുകയാണ്: എന്റെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാലും അകത്തുള്ളവൻ നാൾക്ക് നാൾ ബലപ്പെടണം, ശക്തിപ്പെടണം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ശ്രദ്ധിച്ചേ, നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തി പ്രാപിപ്പാൻ ഇടയാകണം. പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി ഇന്ന് രാത്രികാലം, ഹല്ലേലൂയ, നമ്മളിലേക്ക് വ്യാപരിപ്പാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. അതിന് വലിയൊരു നിറവിലേക്ക്, ഹല്ലേലൂയ, ഈ ദിനങ്ങളിൽ എത്തുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകണം. ഇവിടെ ദാവീദ് പാടുകയാണ്, അല്ല, താൻ പ്രാർത്ഥിക്കുകയാണ്: യഹോവേ, ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് എന്തുണ്ടാകണം? കരുണയുണ്ടാകണം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ തളരാൻ സാധ്യതയുള്ള ഒരു ലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. തളരത്തില്ല എന്ന് പറഞ്ഞാൽ നടക്കുകയില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. തളരാതിരിക്കണമെങ്കിൽ ദൈവത്തിന്റെ കൃപ അതുമേ അത്രമേൽ നമ്മുടെ മേൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ശത്രു തളർത്താൻ നോക്കും, ശത്രു വീഴ്ത്താൻ നോക്കും, ശത്രു ഇല്ലായ്മ ചെയ്യുവാൻ നോക്കും. ഹല്ലേലൂയ. മുന്നോട്ടുള്ള ആത്മീക ജീവിതത്തിൽ, മുന്നോട്ടുള്ള ആത്മീക യാത്രയിൽ, ഹല്ലേലൂയ, സ്തോത്രം, വൈതരണികൾ ശത്രു ഒരുക്കി, വിഷമഘട്ടങ്ങൾ പിശാച് ഒരുക്കി നമ്മെ തളർത്തുവാനായി ശത്രു നോക്കും. ഹല്ലേലൂയ.
ഇന്ന് രാത്രി ശ്രദ്ധിച്ചേ, ഇവിടെ സാധാരണക്കാരനായ ഒരു മനുഷ്യനല്ല പറഞ്ഞത്, പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ ഹല്ലേലൂയ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, ദൈവത്തോട് ദൈവത്തിന്റെ ആലോചന പ്രകാരം ശുശ്രൂഷ ചെയ്ത ഒരു മനുഷ്യനാണ് ദാവീദ്. താൻ ദൈവസന്നിധിയിൽ ചെന്ന് പറയുകയാണ്, യഹോവേ, ഞാൻ തളർന്നിരിക്കുന്നു, ഹല്ലേലൂയ, എന്നോട് കരുണയുണ്ടാകണം. ഇന്ന് രാത്രികാലം അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഏതെങ്കിലും വിഷയങ്ങളുടെ നടുവിൽ തളർന്നിരിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, മാനസികമായി തളർന്നിരിക്കുന്നെങ്കിൽ, ശാരീരികമായി തളർന്നിരിക്കുന്നെങ്കിൽ, മറ്റു വിഷയങ്ങളുടെ നടുവിൽ തളർന്നിരിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രികാലം നിന്നെ ബലപ്പെടുത്തുവാൻ കഴിവുള്ള ഒരു കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. പോവുകയാണ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ദാവീദ് എവിടെയാണ് തളർന്നിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നെടുത്താട്ടെ, 2 ശമൂവേൽ പുസ്തകം സ്തോത്രം 21-ാം അധ്യായം 15-ാം വാക്യം മുതൽ നമുക്ക് ദൈവസന്നിധിയിൽ വായിക്കാം. 2 ശമൂവേൽ പുസ്തകം 21-ാം അധ്യായം, 2 Samuel chapter 21 verse 15 following verses. 21-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. ഫെലിസ്ത്യർക്ക് ഇസ്രായേലിനോട് വീണ്ടും യുദ്ധമുണ്ടായി. ഫെലിസ്ത്യർക്ക് ഇസ്രായേലിനോട് വീണ്ടും യുദ്ധമുണ്ടായി. വായിക്കാം. ദാവീദ് തന്റെ ഭൃത്യന്മാരുമായി ചെന്ന് ഫെലിസ്ത്യരോട് പടയേറ്റു. ദാവീദ് തന്റെ ഭൃത്യന്മാരുമായി ചെന്ന് ഫെലിസ്ത്യനോട് പടയേറ്റു. ദാവീദ് തളർന്നുപോയി. ദാവീദ് തളർന്നുപോയി. ഹല്ലേലൂയ. നമുക്കറിയാം, 1 ശമൂവേൽ പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ ഈ ദാവീദ് അന്ന് വളരെ കോമളനായിരുന്നു. ചെറുപ്പക്കാരനായ ദാവീദ്, ആട്ടിടയനായ ദാവീദ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഫെലിസ്ത്യ ശക്തിയായ ഗോലിയാത്ത് കടന്നു വന്ന് ഇസ്രായേൽ ജനത്തെ വെല്ലുവിളിക്കുമ്പോൾ, ഹല്ലേലൂയ, ജീവനുള്ള ദൈവത്തെ നിന്ദിക്കുമ്പോൾ അത് കേട്ടു നിന്ന ദാവീദ് പുറകോട്ട് മാറുകയല്ലായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നിന്ദിച്ച ദൈവത്തിന്റെ നാമത്തില് ദാവീദ് കടന്നു എന്ന് ഫെലിസ്ത്യരെ തകർത്ത സംഭവം 1 ശമൂവേൽ പുസ്തകം 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. എന്നാൽ ശ്രദ്ധിച്ചേ, ഇവിടെ വായിക്കുന്നത് 15-ാം വാക്യത്തിൽ വായിച്ചത്, ഫെലിസ്ത്യർക്ക് ഇസ്രായേലിനോട് വീണ്ടും യുദ്ധമുണ്ടായി. ശ്രദ്ധിച്ചേ, ഹല്ലേലൂയ, സ്തോത്രം. ഇന്നലെ യുദ്ധമുണ്ടായത് കൊണ്ട് ഇന്ന് യുദ്ധമുണ്ടാകത്തില്ല എന്ന് പറയാൻ ഒക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആത്മീക ജീവിതമാണോ, ഹല്ലേലൂയ, വിശ്വാസ ജീവിതമാണോ, ഹല്ലേലൂയ, നാം നനച്ചിരിക്കാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്ത സമയത്ത് ശത്രു യുദ്ധത്തിൽ ഒരുങ്ങി നമ്മുടെ നേർക്ക് കടന്നു വരും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ശത്രു പലവിധത്തിലുള്ള പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിന് നേരെ ഒരുക്കും. ഹല്ലേലൂയ, ബുദ്ധിമുട്ടുകൾ ഒരുക്കും. ഹല്ലേലൂയ, വിഷമാഘട്ടങ്ങൾ ഒരുക്കും. നമ്മെ തളർത്ത് കളയുവാൻ, നമ്മെ ഇല്ലായ്മ ചെയ്ത് കളയുവാൻ. ശ്രദ്ധിച്ചേ, ഹല്ലേലൂയ, ദാവീദിന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, നല്ല കോമളനായിരുന്നപ്പോൾ, നല്ല വീര്യമുണ്ടായിരുന്നപ്പോൾ, നല്ല ബലമുണ്ടായിരുന്നപ്പോൾ, ഒരു പ്രയാസം കൂടാതെ നിഷ്പ്രയാസം ഗോലിയാത്തിനെ തകർത്തു ജയമെടുപ്പാൻ തക്കവിടയായി. അന്ന് ദാവീദിനോട് കൂടെ ആരും ഉണ്ടായിരുന്നില്ല. ദാവീദ് ഒറ്റയ്ക്ക് ചെന്ന് ഹല്ലേലൂയ ആ ഫെലിസ്ത്യ ശക്തിയായ ഗോലിയാത്തിനെ തകർത്തു, അവന്റെ കഴുത്ത് വെട്ടി മാറ്റി. ഹല്ലേലൂയ, നോക്കണമേ, പിന്നീട് പലപ്പോഴും ദാവീദ് തന്റെ ജനമായ ഇസ്രായേലിന് വേണ്ടി, യഹോവയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്തു. ദാവീദ് ചെയ്ത യുദ്ധമൊക്കെ ദൈവം ജയം കൊടുത്ത് അവനെ മാനിപ്പാൻ തക്കവണ്ണമിടയായി. എന്നാൽ ശ്രദ്ധിക്കേ, യുദ്ധം തീർന്നിട്ടില്ല കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ഇന്നലെ ശത്രുവിനെ ജയിച്ചതുകൊണ്ട് ഇന്ന് ജയിക്കണമെന്നില്ല. സ്തോത്രം, സ്തോത്രം പറഞ്ഞേ. ഇന്നലെ ശത്രുവിനെ ജയിച്ചതുകൊണ്ട് ഇന്ന് ജയിക്കണമെന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ജയിക്കുവാൻ പുതിയ കൃപ ആവശ്യമാണ്, പുതിയ ബലം ആവശ്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. മുമ്പൊരിക്കൽ ഫെലിസ്ത്യ ശക്തിയെ തകർത്തതുകൊണ്ട്, പിന്നീട് പലവട്ടം ഫെലിസ്ത്യ ശക്തിയെ തകർത്തതുകൊണ്ട് എപ്പോഴും തകർക്കണമെന്നില്ല. ഹല്ലേലൂയ, ഇന്ന് ജയിക്കുവാൻ, ഇന്ന് ശത്രുവിന്റെ മേൽ ജയിക്കുവാൻ പുതിയ കൃപ ആവശ്യമാണ്, പുതിയ ബലം ആവശ്യമാണ്, പുതിയ ശക്തി ആവശ്യമാണ്. ഈ രാത്രികാലം തണുപ്പുണ്ടായിട്ടും ശീതമുണ്ടായിട്ട് കൂടി വരുന്ന കാര്യം എന്താണെന്നറിയാമോ? ഒരു പുതിയ കൃപ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ, ഒരു പുതിയ ബലം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ, ഒരു പുതിയ ശക്തി ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനായിട്ടാണ്. ഇന്ന് രാത്രികാലം വന്നവര് പുതിയ ശക്തി പ്രാപിച്ച് മടങ്ങിപ്പോകാമോ? പുതിയ കൃപ പ്രാപിച്ച് മടങ്ങിപ്പോകാമോ? ഹല്ലേലൂയ. തളർത്താൻ സാധ്യതയുള്ള ലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. ശത്രു ഏത് നിമിഷവും കെണിവെക്കാൻ സാധ്യതയുണ്ട്. യുദ്ധം ഹല്ലേലൂയ അവൻ അഴിച്ചുവിടും. ഇന്ന് രാത്രികാലം യുദ്ധത്തിൽ പരാജയപ്പെടുവാനല്ല, യുദ്ധത്തിൽ ജയമെടുപ്പാൻ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കട്ടെ. In the name of Jesus.
സമാരാധന. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ കൃപ വ്യാപരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന്റെ കൃപ ഈ രാത്രികാലം ഇവിടെ പെരുകട്ടെ. ഹല്ലേലൂയ. യുദ്ധം ഏത് നിമിഷവും നേരിടാം, ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ തളരുവാനല്ല, അവിടെ പരാജയപ്പെടുവാനല്ല, അവിടെ പിന്മാറി പോകുവാനല്ല. ഇന്ന് രാത്രികാലം ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. പുതിയ കൃപയ്ക്കായി സ്വർഗ്ഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഇന്ന് രാത്രി ഒരു പുതിയ കൃപ എന്റെ മേൽ പകരപ്പെടട്ടെ. ഒരു പുതിയ ശക്തിക്കായി ഇന്ന് രാത്രികാലം ദൈവത്തോട് മനസ്സൊരുക്കുന്നു പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രി അവൻ തന്നെ ജനത്തിന്മേൽ പുതിയ കൃപ പകരുവാൻ ശക്തനാണ്, പുതിയ അഭിഷേകം പകരുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്നലത്തെ ശക്തി കൊണ്ട് ഇന്ന് ഓടാൻ കഴിയത്തില്ല, ഇന്നലത്തെ ബലം കൊണ്ട് ഇന്ന് ജയമെടുക്കാൻ കഴിയത്തില്ല. ഇവിടെ വായിച്ചത് ഇങ്ങനെയാണ്, 15-ാം വാക്യത്തിൽ വായിച്ചത്. ഒന്നുകൂടെ വായിച്ചാട്ടെ. ഫെലിസ്ത്യർക്ക് ഇസ്രായേലിനോട് വീണ്ടും യുദ്ധമുണ്ടായി. നോക്കണമേ, ഫെലിസ്ത്യർക്ക് ഇസ്രായേലിനോട് വീണ്ടും യുദ്ധമുണ്ടായി. ഒരു കാര്യം ചിന്തിച്ചേ, പലവട്ടം ഫെലിസ്ത്യര് പരാജയപ്പെട്ട് പിന്മാറിയവരാ, തോറ്റ് തുന്നം മാറിയവരാ. എന്നാൽ ഇനിയും ജയിക്കത്തില്ല എന്ന് അവർ വിചാരിച്ചില്ല. സ്തോത്രം. എപ്പോഴൊക്കെ ദാവീദിനോട് ചേർന്ന് അല്ലെങ്കിൽ ദാവീദിനെതിരെ ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ ഫെലിസ്ത്യർ പരാജയപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അവരിങ്ങനെ ചിന്തിച്ചില്ല, മുന്നാളുകളിലൊക്കെ പരാജയമായിരുന്നു, അതുകൊണ്ട് ഇനി യുദ്ധം ചെയ്യണ്ടെന്നല്ല അവർ വിചാരിച്ചത്. ഹല്ലേലൂയ. അവൻ പുതിയ തന്ത്രവുമായി, പുതിയ ഹല്ലേലൂയ ആ അടവുമായി അവൻ കടന്നു വരികയാണ് ഇസ്രായേൽ ജനത്തോട്, ദൈവജനത്തോട് യുദ്ധം ചെയ്യുവാനായിട്ട്. ഇന്ന് രാത്രികാലം ശ്രദ്ധിക്കേ. ഹല്ലേലൂയ. ഇന്നലത്തെ തന്ത്രവുമായിട്ടല്ല അവൻ ഇന്ന് വരുന്നത്, ഇന്നലത്തെ അടവ് ായിട്ടല്ല ഇന്ന് അവൻ വരുന്നത്. അവന്റെ തന്ത്രങ്ങൾ പലവിധമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ പിശാചിന്റെ തന്ത്രങ്ങളെ അറിയാതിരിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. പൗലോസ് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകള്, അധികാരങ്ങള്, സ്വലോകള്, ദൂതാത്മ സേനകള്, ഹല്ലേലൂയ, ഈ വിവിധ ശക്തികളോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. ഇന്ന് രാത്രികാലം ശ്രദ്ധിക്കേ. ഹല്ലേലൂയ. ഒരു പുതിയ കൃപ നമ്മുടെ മേൽ പകരപ്പെടുവാനായി വളരെ ശക്തിയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങട്ടെ. ഇവിടെ വായിച്ചത് ഇങ്ങനെയാണല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. ഫെലിസ്ത്യർക്ക് ഇസ്രായേലോട് വീണ്ടും യുദ്ധമുണ്ടായി. സ്തോത്രം. ഹല്ലേലൂയ. യുദ്ധക്കളത്തിലാണ് നാം ആയിരിക്കുന്നത്, യുദ്ധക്കളത്തില. ഈ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് തികച്ചും നിശ്ചയമായ യുദ്ധക്കളമാ. ഈ യുദ്ധക്കളത്തിൽ ഉറങ്ങാൻ പാടില്ല. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, യുദ്ധത്തിൽ ഏർപ്പെടുന്നവർ ഉറങ്ങുമോ? ഇല്ല. ഹല്ലേലൂയ. എന്തിനേറെ പറയുന്നു, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട്, അവർക്ക് ഉറങ്ങാൻ കഴിയത്തില്ല. അവർക്കുള്ള ഡ്യൂട്ടി സമയം വളരെ ജാഗ്രതയോടെ, വളരെ ശ്രദ്ധയോടെ അവരെ അതിർത്തി കാക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ശ്രദ്ധിക്കേ, ഉറങ്ങാൻ പാടില്ല. ആത്മീക യാത്രയിൽ, വിശ്വാസ യാത്രയിൽ, വിശ്വാസ ജീവിതത്തിൽ ഉറങ്ങാൻ പാടില്ല. ഉറങ്ങിയാൽ ശത്രു നിന്നെ തലയെടുക്കും, ഉറങ്ങിയാൽ ശത്രു നിന്നെ തകർത്ത് കളയും. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ശത്രു തകർക്കുവാൻ കാര്യം, ശത്രു ജയമെടുപ്പാൻ കാര്യം നാം പലപ്പോഴും ഉറങ്ങിപ്പോയി എന്നുള്ളതാണ്. ഇന്ന് രാത്രികാലം ശ്രദ്ധിക്കേ. ഹല്ലേലൂയ. ദൈവജനമേ, ദൈവമക്കളെ, നാം ഒരു പോർക്കളത്തിലാണ് എന്നുള്ള യാഥാർത്ഥ്യം നാം എല്ലായ്പ്പോഴും ഓർക്കണം. അത് എല്ലായ്പ്പോഴും നമ്മെ അത് ഓർമ്മപ്പെടുത്തുവാനൊക്കെ ഇടയാകണം. ഇവിടെ വായിച്ചത് ഇങ്ങനെയാണല്ലോ, ഫെലിസ്ത്യർക്ക് ഇസ്രായേലിനോട് വീണ്ടും യുദ്ധമുണ്ടായി. ദാവീദ് തന്റെ ഭൃത്യന്മാരുമായി ചെന്ന് അവിടെ യുദ്ധമുണ്ടായപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, പിന്മാറുകയല്ലായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. യുദ്ധമുണ്ടായപ്പോൾ എന്തുകൊണ്ടോ പിന്മാറുകയല്ലായിരുന്നു. ദാവീദിന്റെ ഭൃത്യന്മാരുമായി ചെന്ന് സ്തോത്രം പടയേറ്റു. ഹല്ലേലൂയ. യുദ്ധത്തിൽ ഏർപ്പെട്ടു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ശ്രദ്ധിക്കേ. യുദ്ധമുണ്ടാകുമ്പോൾ പിന്തിരിയുന്നവരെയല്ല ദൈവത്തിന് ആവശ്യം. ഇന്ന് രാത്രി യുദ്ധമുണ്ടാകുമ്പോൾ ഹല്ലേലൂയ അതേ ശക്തിയോടെ മുന്നേറുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ പകരപ്പെടട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ യുദ്ധം ഈ നാളുകളിൽ ആരംഭിക്കട്ടെ. ആരാധനയുടെ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ശത്രുവിനെ തകർത്ത് തോൽപ്പിക്കാനുള്ള ഒരു പുതിയ അഭിഷേകം ഈ രാത്രികാലം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ അവിടെ വായിച്ചത് ഇങ്ങനെയാണല്ലോ, ദാവീദ് തന്റെ ഭൃത്യന്മാരുമായി ചെന്ന് ഫെലിസ്ത്യരോട് പടയേറ്റു. ദാവീദ് തളർന്നുപോയി. അവിടെ അവിടെ വായിക്കുന്നത് ദാവീദ് തളർന്നുപോയി. സ്തോത്രം. ഭൃത്യന്മാരിൽ ആരെങ്കിലും ഒരാൾ തളർന്നുപോയി എന്നുള്ളതല്ല, ദാവീദ് തളർന്നുപോയി. പട നയിക്കേണ്ടവൻ, സ്തോത്രം, നേതൃത്വം കൊടുക്കേണ്ടവൻ, മുമ്പിൽ നിൽക്കേണ്ടവൻ തളർന്നാൽ സകലരും തളരും. ഓർത്തുകൊള്ളണം. സ്തോത്രം. ഹല്ലേലൂയ.
ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം കാൻസാസ് പ്രദേശത്ത് നിങ്ങൾ ചുരുക്കം ചിലർ മാത്രമേ ഉള്ളായിരിക്കാം. പക്ഷേ ഒരു കാര്യം ഓർത്തുകൊള്ളണം, നിങ്ങൾ തളർന്നാൽ നിങ്ങളുടെ തലമുറയ്ക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ തളർന്നാൽ ബലഹീനരായവർക്ക്, അശുദ്ധരായവർക്ക് അവരെ ബലപ്പെടുത്തുവാൻ കഴിയത്തില്ല. ഇന്ന് രാത്രികാലം പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ ബലം ഈ രാത്രികാലം പ്രാപിക്കാനായി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തേ. ഇവിടെ ദാവീദ് തളർന്നു പോയി. അതിന് മുമ്പൊക്കെ ജയമെടുത്തിട്ടുണ്ട്. മുമ്പൊക്കെ നിഷ്പ്രയാസം ജയമെടുത്ത ദാവീദ് ഇവിടെ ഇപ്പോൾ തളർന്നിരിക്കുന്നു.